ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ആദ്യം തന്നെ ഫൈനലി രാഹുലേട്ടൻ ഈ സ്കോർഡ് രാഹുൽ ഖേപ്പ് എന്ന മത്സരത്തിൽ സ്കോർ ചെയ്തു. നമ്മൾ വിജയിച്ചു. 3 മത്സരങ്ങളുടെ ആ തുടർ പരാജയങ്ങൾക്ക് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് ബാക്ക് വീണ്ടും ആ വിജയ വഴിയിലേക്ക് തിരിച്ചെത്തിരിക്കുകയാണ്. അതും മറ്റൊരു സംഭവം കൂടി, ക്ലീൻ ഷീറ്റോടെ. ഒരു വർഷമായിട്ട് നമുക്ക് ക്ലീൻ ഷീറ്റ് കിട്ടിയിട്ടുള്ളത് ലാസ്റ്റ് മോഹൻ ബഗാൻ്റെ ഡിസംബറിൽ കളിച്ച അവരുടെ തട്ടകത്തിൽ പോയിട്ട് 1-0 ജയിച്ച കളിയിലാണ് ക്ലീൻ ഷീറ്റ് കിട്ടിയത്. അതിനുശേഷം ഇപ്പോൾ വീണ്ടും കുറേ മത്സരങ്ങൾക്ക് ശേഷം നമുക്ക് ക്ലീൻ ഷീറ്റോട് കൂടി അതും 3-0 ഒരു ഡോമിനേറ്റ് വിൻ കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട് അഗെയിൻസ്റ്റ് ചെന്നൈയിൻ FC-ക്കെതിരെ. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ച് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു റിസൾട്ട് തന്നെയാണ് ഇന്ന് ലഭിച്ചിട്ടുള്ളത്. കുറേ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് എങ്ങനെയാലും പറയുന്നില്ല. നമ്മൾ ജയിച്ചു, അതും ക്ലീൻ ഷീറ്റോടെ ജയിച്ചു. അപ്പോൾ ഇനി മറ്റു മിസ്റ്റേക്ക് ഒന്നും പറഞ്ഞു നിന്നിട്ട് കാര്യമില്ല, നമുക്ക് അത് ആഘോഷിക്കാം, സന്തോഷിക്കാം. ഇന്നത്തെ മത്സരത്തിലെ വിജയം എന്ന് തന്നെ പറയാനുള്ളത്. എന്തായാലും ഒരുപാട് ചാൻസുകൾ നമുക്ക് ഇന്നത്തെ മത്സരത്തിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു. കുറേ ചാൻസുകൾ തുടക്കത്തിൽ തന്നെ നമുക്ക്, പക്ഷേ അതൊന്നും ഫിനിഷ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. പിന്നെ അതുപോലെ ജീസസിൻ്റെ ആ പ്രശ്നം ഇപ്പോഴും മാറുന്നില്ല. എന്ന് വെച്ചാൽ ഇന്നും പോസ്റ്റിലടിച്ചു പോകുന്നു. ജീസസിൻ്റെ ഒരു ഗ്രേറ്റ് ഹെഡർ അത് വീണ്ടും പോസ്റ്റിലടിച്ചു പോകുന്നു. എല്ലാ മത്സരത്തിലും ഓരോ ഷോട്ട് വീതം പോസ്റ്റിൽ വെക്കുന്നുണ്ട് ജീസസിൻ്റെത്. എന്തോ ഒരു പ്രശ്നമുണ്ട് പോസ്റ്റും ജീസസുമായിട്ട്. പിന്നെ എങ്ങനെയാലും അതിനുശേഷം ജീസസ് ഗോൾ സ്കോർ ചെയ്തു. അപ്പോൾ ആദ്യം ഇന്നത്തെ മത്സരത്തിൽ സ്കോർ ചെയ്തത് ജീസസ് ജിമിനസ് തന്നെയാണ്. ഇന്നും സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ കോറോ സിംഗിൻ്റെ അസിസ്റ്റാണ്. കോറോ സിംഗിൻ്റെ അസിസ്റ്റിൽ നിന്നാണ് ജീസസ് ജിമിനസ് ആ സ്കോർ ചെയ്തിട്ടുണ്ടായി. ലൂണയുടെ നല്ലൊരു കട്ട് ബാക്ക്, പക്ഷേ അത് നോഹ സദോയ്ക്ക് കിട്ടിയില്ല. ബട്ട് ബാക്കിൽ വന്ന കോറോ സിംഗ് അതൊരു ഷോട്ടായിട്ടാണ് എടുത്തത്. എന്നാലും അതൊരു അസിസ്റ്റ് ആയിട്ട് തന്നെ നേരെ ജീസസ് ജിമിനസിൻ്റെ അടുത്തേക്ക് ജീസസ് ജിമിനസ് സിമ്പിൾ ഫിനിഷ് ചെയ്തു. 56 മിനിറ്റിൽ ആദ്യ ഗോൾ ലീഡ് ചെയ്തു. പിന്നെ 70 മിനിറ്റിൽ നോഹ സദോയുടെ സ്കോർ, അത് നമ്മുടെ ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണയുടെ അസിസ്റ്റ്. സീസണിലെ 2ാമത്തെ അസിസ്റ്റാണ് അഡ്രിയാൻ ലൂണയുടെ. ബാക്ക് തിരിച്ച് പഴയ ലൂണയുടെ ചെറിയ ചെറിയ ഭാഗങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ഫുള്ളി എത്തിയിട്ടില്ലെങ്കിലും പുള്ളി ആ പഴയ ഫോമിലേക്ക് എത്തി തുടങ്ങുന്നുണ്ട്. അതിനൊരു സന്തോഷം നൽകുന്ന കാര്യമാണ്. ലൂണ ഇന്നൊരു അസിസ്റ്റ് കൊടുത്തു. നോഹ സദോയി ലൂണ കോംബോ. പിന്നെ ലാസ്റ്റ് 92 മിനിറ്റിൽ ആ മത്സരത്തിനെ നമ്മൾ ബ്രേക്ക് ചെയ്തുകൊണ്ട് രാഹുൽ KPയുടെ ഗോൾ, നോഹ സദോയുടെ ഒരു ഗ്രേറ്റ് റണ്ണ് റൈറ്റിലൂടെ നല്ലൊരു കട്ട് ബാക്ക് പാസ് രാഹുലിന് വെച്ച് കൊടുക്കുന്നു. പോസ്റ്റിൽ വേറെ ആരില്ല, കീപ്പറൊക്കെ ആ സൈഡിലാണ്. അത് ഗോൾ അടിച്ചില്ലെങ്കിൽ പിന്നെ രാഹുൽ ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എങ്ങനെയായാലും രാഹുൽ അത് സ്കോർ ചെയ്യുന്നു. അങ്ങനെ ഒരു 2 വർഷത്തോളമായിട്ടായിരുന്നു രാഹുൽ സ്കോർ ചെയ്തിട്ടൊരു ഗോൾ അടിച്ചിട്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ അങ്ങനെ രാഹുൽ KP ആ ഗോൾ കണ്ടെത്തിയിരിക്കുകയാണ്. ഇനി എങ്ങനെയാലും ആ ഒരു ഗോൾ സ്കോർ ചെയ്തതിനെ തുടർന്ന് പുള്ളി ഒന്ന് പോസിറ്റീവ് മീൻസ് ഒരു കോൺഫിഡൻസ് ഒക്കെ വീണ്ടെടുത്ത് വരും മത്സരങ്ങളിൽ മികച്ച പ്രകടനം പുറത്തെടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം രാഹുലിൻ്റെ ഭാഗത്ത് നിന്ന്. എന്തായാലും നമ്മുടെ കോറോ സിംഗ് നമ്മൾ എടുത്ത് പറയേണ്ടതാണ്. 2 മത്സരങ്ങൾ കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഈ 2 മത്സരങ്ങളിലും അസിസ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അതുപോലെ ഡിമിയുടെ മറ്റൊരു റെക്കോർഡ് ജീസസ് ജിമിനസ് തകർത്തിരിക്കുകയാണ്. ജീസസ് ജിമിനസ് തുടർച്ചയായിട്ടുള്ള 6ാം മത്സരത്തിലും ഗോൾ സ്കോർ ചെയ്തിരിക്കുകയാണ്. ഡിമി 5 മത്സരങ്ങളിൽ തുടർച്ചയായി ഗോൾ കണ്ടെത്തിയിരുന്നു. ആ റെക്കോർഡാണ് ഇപ്പോൾ ജീസസ് ജിമിനസ് 6ാം മത്സരത്തിൽ തുടർച്ചയായി ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾ കണ്ടെത്തിയിട്ട് ആ റെക്കോർഡ് അങ്ങോട്ട് തകർത്തിട്ടുണ്ട്. അതുപോലെ മറ്റൊരു വലിയൊരു ഹാപ്പി അത് ക്ലീൻ ഷീറ്റ് തന്നെയാണ്. സച്ചിൻ സുരേഷ് എന്ന് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. സച്ചിൻ്റെ ഗ്രേറ്റ് സേവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പുള്ളി ആ പഴയ കോൺഫിഡൻസും ഉണ്ട്. അങ്ങനെ ക്ലീൻ ഷീറ്റും നമുക്ക് കുറേ കാലത്തിന് ശേഷം ലഭിച്ചു എന്നുള്ളതും പോസിറ്റീവായിട്ടുള്ള ഫുള്ളായിട്ട് പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് തന്നെയാണ്. അതുപോലെ പ്രവീർ ദാസ് സബിലുണ്ടായിരുന്നു. കുറേ പേര് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ഹൈമൻ അസറിനൊന്നും സബിൽ കണ്ടില്ല. അങ്ങനെ മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും നമ്മൾ ജയിച്ചു, അത്ര തന്നെ പറയാനുള്ളൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് മത്സരം ഗോവയ്ക്ക് എതിരെയാണ്. വെറും 3 ദിവസത്തിനകം തന്നെ അടുത്ത മത്സരം വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു പോസിറ്റീവായി എടുത്ത് നെക്സ്റ്റ് മത്സരത്തിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് വീഡിയോയുടെ വീണ്ടും കാണാതെ വരേക്കും. ബൈ.